വാക്കുകൾ, അവന്റെ പെരുമാറ്റങ്ങൾ, അവന്റെ ഓത്തുകൾ എത്ര മനോഹരമാക്കാൻ സാധിക്കുന്നുണ്ട്. ആ അറിവ് കിട്ടാതെയാണ്, ആ അറിവില്ലാതെയാണ് ഒരു വാപ്പ മകനെ കാണുന്നതെങ്കിൽ, ഒരു മക്കൾ വാപ്പമാരെ കാണുന്നതെങ്കിൽ ഉറപ്പിച്ചോ, അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, നല്ല വാപ്പാന്റെ മക്കളായി, നല്ല മക്കളുടെ വാപ്പയായി ഈ ഭൂലോകത്ത് നിന്നും തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ ഏറ്റവും ചെറിയ ഒരു അടയാളമാ മരിച്ച വാപ്പാന്റെ മയ്യത്ത് പള്ളിയിലെ ഒന്നാമത്തെ സഫിൽ കൊണ്ടുവച്ചു. തലക്കും ഭാഗത്ത് മകൻ നിന്നു. ഉമ്മയാണ് മരിച്ചതെങ്കിൽ മധ്യഭാഗത്ത് മകൻ നിന്നു. കൈകെട്ടി നമസ്കരിക്കുന്നവന് എത്ര തക്ബീർ എന്നറിയില്ല. പോട്ടെ, മൂന്നാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു വഫീഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു. ഹൃദയം നുറുങ്ങി, നെഞ്ചു പൊട്ടി, ആയുസ് നീട്ടിത്തന്ന, ജീവൻ തന്ന മാതാപിതാക്കളും ജീവൻ തന്ന റബ്ബിനോട് കൈനീട്ടി ഒരു മകൻ പറയുന്നു, നാദാ ഇതെന്റെ വാപ്പയാ, ഇതെന്റെ ഉമ്മയാ റബ്ബേ, അതുകൊണ്ട് നാദാ ഇഗ്ഫിർ ലഹു വർഹംഹു എന്ന് മനസ്സ് തുറന്ന് പറയുന്ന ഒരു മക്കളുടെ പ്രാർത്ഥന, ഒരു ഹൃദയത്തിന്റെ തേങ്ങൽ, ഒരു നാവിന്റെ ദിക്റ് ലഭിക്കാൻ ഭാഗ്യമില്ലാത്തവരായി പോയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിന്നും തിരിച്ചു പോകുന്ന ഏറ്റവും വലിയ ഹതഭാഗ്യവാന്മാരായ മാതാപിതാക്കൾ ഒരു പ്രാർത്ഥന പോലും നല്ല നിലക്ക് കിട്ടാതെ തിരിച്ചു പോകേണ്ടി വരുന്ന രക്ഷിതാക്കളാ. അതിൽ നമ്മൾ പെടാതിരിക്കാൻ നാളെ ഒരു മരണമുണ്ടെന്ന് മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഈ